ആനന്ദ് ശ്രീബാല. ആനന്ദ് ശ്രീബാല കണ്ടിട്ട് വന്നതേ ഉള്ളൂ. വൈ യു നീഡ് ടു വാച്ച് ദിസ് മൂവി? ഫസ്റ്റ് തിങ്, ഓഫ് കോഴ്സ് അഭിലാഷ് ഏട്ടൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്നുള്ളത് തന്നെയായിരുന്നു. ചക്കരയാണ്, നിങ്ങൾ എന്തൊരു റൈറ്ററാണ്, ഒരു രക്ഷയില്ലായിരുന്നു. അതിനകത്തൊരു പർട്ടിക്കുലർ സീനുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഇത് സ്പോയിലർ ആവുമോ എന്നൊന്നും അറിയത്തില്ല. എൻ്റെ അച്ഛന് ഒരു 2 മാസമായിട്ടുള്ളൂ മരിച്ചിട്ട്. സോ ഞാൻ അവിടെ ഇരുന്നിട്ട് തിയേറ്ററിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തത് എൻ്റെ അച്ഛനുമായിട്ടായിരുന്നു. സോ യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച് ദിസ് മൂവി. സെക്കൻഡ് വൺ, അമേസിങ് ഡയറക്ഷൻ. ഡെബ്യൂ ആണെങ്കിൽ പോലും യു ഡെ ഗ്രേറ്റ് ജോബ്. കാസ്റ്റിംഗ്, അർജുൻ ചേട്ടൻ ആയിക്കോട്ടെ, അപർണ ആയിക്കോട്ടെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ തോന്നത്തില്ലേ എന്തിനാണ് ഇവർ ഈ ഒരു സിനിമയിൽ കൊണ്ടിട്ടതെന്ന് തോന്നത്തില്ലേ. ഒരു ചെറിയ ഒരു സീനി വന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്കറിയാവുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആക്ടേഴ്സ് ഇതിലുണ്ട്. വന്ന ഒരാക്ടർ പോലും എന്തിനാണ് ഈ സിനിമയുടെ പാർട്ട് അതെന്ന് തോന്നുന്ന ഒരു നിമിഷം പോലും ഇല്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടെ പാർട്ട് ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അർജുൻ അശോകൻ എന്ന ആക്ടറിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരുപാട് എസൻസ് ഈ ഒരു സിനിമയിലുണ്ട്. ചേട്ടാ പൊളിച്ചു. അപർണയുടെ മലയാളം ഇൻഡസ്ട്രിയിലെ കരിയറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തന്നെയായിരുന്നു കേട്ടോ ഇത്. ആൻഡ് ശിവതി ചേച്ചി, സോ ഹാപ്പി ടു സീ യു. സൈജു ചേട്ടൻ, ഭയങ്കര സന്തോഷം തോന്നി. ചില പോയിന്റ്സിൽ സൈജു ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. ലൈക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഒന്നും ഞാൻ പറയത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ ഒരു സിനിമ കാണുക. ഇറ്റ്സ് ആൻ അമേസിങ് ത്രില്ലർ. ഇതിൽ റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. ആൻഡ് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പലരും മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ കൊടുക്കേണ്ട ഒരു വാല്യൂയും കാര്യങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ നല്ലപോലെ പറയുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി നമ്മളുടെ ഒരു പാഷൻ്റെ പുറകെ നമ്മൾ പോകേണ്ട ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ മൂവിയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അമേസിങ് സ്ക്രിപ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഹാപ്പി ടു സീ സംഗീത മാം ബാക്ക് ടു സ്ക്രീൻ. ചിന്താവിഷ്ടയായ ശ്യാമളയെ കണ്ട ആ ഒരു ഭംഗിയോട് തന്നെ ഇപ്പോഴും നമ്മുടെ ആ ഒരു സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ആക്ടർ ഡോക്ടർ, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്.